ഹലോ, നമസ്കാരം. എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സ് 6ാം സെമസ്റ്റർ ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിസ്ക് ആൻഡ് റിട്ടേൺ എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് റിസ്ക്, അത് വ്യത്യസ്ത തരത്തിലുള്ള റിസ്കുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് റിട്ടേൺ, ഇങ്ങനെയുള്ള രണ്ട് ടേമുകളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ദ ടു കീ കൺസെപ്റ്റ് ഇൻ ഫിനാൻഷ്യൽ തിയറി. ഫിനാൻഷ്യൽ എക്കണോമിക്സിൽ രണ്ട് പ്രധാനപ്പെട്ട, അപ്പോൾ റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ദ ടു കീ കൺസെപ്റ്റ് ഇൻ ദ ഫിനാൻഷ്യൽ തിയറി. ഫിനാൻഷ്യൽ തിയറിയിലെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ് റിസ്ക്കും റിട്ടേണും, അല്ലേ? നമ്മൾ പ്രധാനമായിട്ട് ഒരു ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഈ ഫിനാൻഷ്യൽ എക്കണോമിക്സിൽ 3 തീരുമാനങ്ങൾ എടുക്കാം. ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഡീൽസ് ദ 3 ഡിസിഷൻസ്. പ്രധാനമായിട്ട് 3 മർമ്മപ്രധാനമായ 3 തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഡിസിഷൻ, മൂന്നാമത്തെ ഡിവിഡൻഡ് പോളിസി. ഏതൊക്കെയാണ് 3 തീരുമാനങ്ങൾ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ, ഡിവിഡൻഡ് പോളിസി. ഓക്കെ, ഒന്ന് നിക്ഷേപ തീരുമാനങ്ങൾ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. എന്തൊക്കെ തമ്മിലുള്ള ബാലൻസാണ്? നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റും വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റും നമ്മൾ ആദ്യം എന്ത് ഡെപ്പോസിറ്റ് ചെയ്തു, ആദ്യം എന്ത് നിക്ഷേപം നടത്തി, അതുപോലെ തന്നെ നമ്മളത് മുന്നോട്ട് പോകാൻ എന്ത് നിക്ഷേപം നടത്തണം, ഇതിൻ്റെ ഒരു ബാലൻസിനെയാണ് എന്താ പറയുക നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു റബ്ബർ തോട്ടം വാങ്ങിച്ചു. ഈ റബ്ബർ തോട്ടം വാങ്ങിക്കലാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അത് പിന്നെ അതിന് വളം ചേർക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇവ തമ്മിലുള്ളൊരു ബാലൻസാണ് എന്ത് ഡിസിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം എടുക്കാൻ ഞാനൊരു പശുവിനെ വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ പശുവിനെ വാങ്ങിയിട്ടുള്ളത്. ഈ പശുവിനെ വാങ്ങിക്കുക എന്നുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ആ പശുവിന് തീറ്റ കൊടുക്കണം, ഗ്രാസ് പുല്ല് കൊടുക്കണം, മറ്റ് പിണ്ണാക്ക് കൊടുക്കണം, ഈ സാധനങ്ങൾ, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്ന ചിലവുകൾ. ഇത് തമ്മിലൊരു ബാലൻസാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസേൺ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ദ ലോങ് ടേം അസറ്റ്. കുറേ കാലഘട്ടത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് എന്താ പറയുക ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് കൺസേൺ വിത്ത് ദ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ലോങ് ടേം അസറ്റ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇസ് എ കൺസേൺ വിത്ത് ദ ഫിനാൻഷ്യൽ കറണ്ട് അസറ്റ്. കേട്ടോ, ഇപ്പോഴുള്ള കറണ്ട് അസറ്റിന് വരുന്ന ചിലവാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ലോങ് ടേം അസറ്റിന് വേണ്ടി വരുന്നതാണ് എന്ത് മറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഇറ്റ്സ് എ പ്രോപ്പർ ബാലൻസ് ഈസ് നോട്ട് എ മെയിൻറ്റെയിൻസ് ബിറ്റ്വീൻ ദീസ് ടു ഇറ്റ് ഈസ് മേ ബി അഫക്റ്റഡ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ. കേട്ടോ, ഇത് നല്ല പ്രോപ്പർ അല്ലെങ്കിൽ ഈ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റും നല്ല രീതിയിൽ ബാലൻസ് അല്ലെങ്കിൽ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് മേ ബി അഫക്റ്റഡ് ഇറ്റ് മേ ബി അറൈസ് ദ റിസ്ക്. അവിടെ റിസ്ക് ഉണ്ടാകും എന്നാണ്. ഓക്കെ, അത് നമ്മൾ റിസ്കിനെയും റിട്ടേണിനെയും ബാധിക്കും. ക്ലിയർ ആയല്ലോ? ഞാൻ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വന്ന ചിലവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചിലവും തമ്മിൽ നല്ല ബാലൻസ് അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഫിനാൻഷ്യൽ ഡിസിഷൻ അഫക്ട് ഫ്രം ഇൻകം ജനറേഷൻ ആൻഡ് ഇൻവോൾവ് റിസ്ക്. കേട്ടോ, അതായത് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുമാനം കിട്ടും, നമ്മുടെ വരുമാനത്തെ ബാധിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എത്ര കോടി ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര രൂപക്കാണ് പശുവിനെ വാങ്ങിച്ചത്, എത്ര രൂപക്കാണ് നമ്മൾ, ഈ തീരുമാനങ്ങളാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. നമ്മളെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഡിവിഡൻഡ് പോളിസി. ഈ ലാഭവീതം എങ്ങനെയായിരിക്കണം, ഈ സ്ഥാപനത്തിൻ്റെ ലാഭം എങ്ങനെയാണ്, അത് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഡിവിഡൻഡ് പോളിസി മീൻസ് ഇറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ദ ഡിവിഡൻഡ് പെയ്ഡ് ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ആൾസോ അഫക്റ്റ് ദ ഫ്യൂച്ചർ റിട്ടേൺ ഓൺ ദ ഫേം ആൻഡ് ഇറ്റ്സ് ഇൻവോൾവ് റിസ്ക്. ഇതിൽ കിട്ടുന്ന ലാഭവീതം ഞാൻ എങ്ങനെ വിതരണം ചെയ്യണം, ഈ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ കൊടുക്കണം, അതാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പോളിസി ഈസ് എ പോളിസി ഇറ്റ് മേ ബി കൺസിസ്റ്റ് ഓഫ് ദി ഡിവിഡൻഡ് ഷെയറിംഗ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. കണ്ടോ, ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കഴിയിലെ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് ഈ ഡിവിഡൻഡ് വീതം വെച്ച് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനെയാണെന്ന് പറയുക ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് വരണം. ആദ്യം നമ്മൾ റിട്ടേൺ ആണ്, അതിനുശേഷമാണ് റിസ്കിലേക്ക് വരുന്നത്. നമ്മൾക്കറിയാം ഏതൊരു ഫേമിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. റിട്ടേൺ പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ ഇൻവെസ്റ്റർ ഈസ് ഗെറ്റിംഗ് ദ ഗുഡ് റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻസ്, അല്ലേ? ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കണ്ടോ, ഒരു ഫേമിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താ? ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ ഫേം ഈസ് എ മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ.
റിട്ടേൺ ഈസ് 3 ടൈപ്സ്, 3 വിധത്തിലാണ് റിട്ടേൺ. ഒന്നത് ഡിവിഡൻഡ്, ലാഭവീതം. രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം അവസാനം കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ഷെയർ വാങ്ങിച്ചാൽ എനിക്ക് ഈ 10 ലക്ഷം കൊണ്ട് എനിക്ക് 3 റിട്ടേൺ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഞാനത് ബാങ്കിലിട്ടാൽ എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് ഡിവിഡൻഡ് കിട്ടും, ലാഭവീതം കിട്ടും. അതോടൊപ്പം തന്നെ എൻ്റെ ഷെയർ മറിച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന കാശ് കിട്ടും. അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റിട്ടേൺ ഈസ് എ റിവാർഡ് ഫോർ ഗെയിൻ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കേട്ടോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റിട്ടേണിനെയാണ്, അത് കിട്ടുന്ന നേട്ടമാണ് എന്ത് റിട്ടേൺ. എന്ത് റിട്ടേൺ ഈസ് എ റിവാർഡ് ഫോർ എ ഗെയിൻ ഫ്രം ആൻ ഇൻവെസ്റ്റർ അല്ലേ. ഓക്കെ, നമുക്കറിയാം ഇൻവെസ്റ്റർ ട്രൈ ടു മാക്സിമൈസ് ദ റിട്ടേൺ മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്കറിയാം റേറ്റ് ഓഫ് റിട്ടേൺ അനാലിസിസ് 2 ways, 2 വിധത്തിലാണ് റിട്ടേൺ നമ്മൾ അനാലിസിസ് നടത്തുക. ഞാൻ ഒരു സാധനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ഷെയർ വാങ്ങുമ്പോൾ, ഞാൻ ഗോൾഡ് വാങ്ങുമ്പോൾ, സെക്യൂരിറ്റി വാങ്ങുമ്പോൾ, ഞാൻ ഭൂമി വാങ്ങിക്കുമ്പോൾ, ഞാനൊരു പശുവിനെ വാങ്ങിക്കുമ്പോൾ, എന്തുമാവാം, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റും ആവാം, അതിന് കിട്ടുന്ന റിട്ടേൺ 2 രീതിയിലാണ് നമ്മൾ റിയലൈസ് ചെയ്ത്. ഒന്നാമത്തെ റിയലൈസ്ഡ് ടേം ആണ് എക്സ്പെക്റ്റഡ് ടേം. കേട്ടോ, 2 വിധത്തിൽ വിശദീകരിക്കാം. ഒന്ന് റിയലൈസ്ഡ് ടേം എന്ന് പറയുന്നത് നമ്മൾ മുൻകാലഘട്ടങ്ങളിലുള്ള ഡാറ്റ വെച്ചിട്ട് റിയലൈസ് ചെയ്യുന്നതാണ് റിയലൈസ്ഡ് ടേം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പശുവിനാണെങ്കിൽ ഈ പശുവിന് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത്ര വരുമാനം കിട്ടിയിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്ര പാല് കിട്ടിയിരുന്നു, അങ്ങനെയുള്ള മുൻകാല ചരിത്രം ഉപയോഗിച്ചു. റബ്ബറാണെങ്കിൽ ഇത്ര ഷീറ്റ് കിട്ടിയിരുന്നു, അപ്പോൾ ഒരു ഷീറ്റിന് ഇത്ര വരുമാനം കിട്ടും. ഇങ്ങനെ നമ്മൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് അനാലിസിസ് നടത്തുന്നതെങ്കിൽ അതിനാണ് റിയലൈസ്ഡ് ടേം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ അവൈലബിൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓഫ് ദി പെർഫോമൻസ് ഓഫ് അൻ അസറ്റ്. ആ അസറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മുൻകാല ചരിത്രം എടുത്ത് കണക്കാക്കുകയാണെങ്കിൽ റിയലൈസ്ഡ് ടേം. സിമ്പിൾ മീൻസ് ആ റിട്ടേൺ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രീവിയസ് പെർഫോമൻസ് ഓഫ് അൻ അസറ്റ്. കണ്ടോ, ഈ അസറ്റിൻ്റെ മുൻകാല പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കണക്കാക്കുന്നതിനെയാണെന്ന് പറയുക, അതിനെ പറയുന്ന പേരാണ് റിയലൈസ്ഡ് ടേം. രണ്ടാമത്തെ എക്സ്പെക്റ്റഡ് ടേം എന്ന് പറയും. ഇറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഓർ പ്രെഡിക്റ്റഡ് റിട്ടേൺ ബേസ്ഡ് ഓൺ ദ സെവറൽ പീസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ടു ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയോട് അനുസരിച്ചുകൊണ്ട് ഇൻവെസ്റ്റർക്ക് കിട്ടിയിട്ടുള്ള പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതേപോലത്തെ പശു അപ്പുറത്തെ വീട്ടിലുണ്ട്, അവർക്ക് ഇത്ര കിട്ടുന്നുണ്ട്. കണ്ടോ, ഈ പശുവിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ല, അല്ലെങ്കിൽ ഇതിന് നേരെ അപ്പുറത്ത് കിടക്കുന്ന റബ്ബർ തോട്ടമുണ്ട്, ആ തോട്ടക്കാർക്ക് ഇത്ര കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വേറൊരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, അതിന് ഇത്ര കിട്ടിയിരുന്നു. ഇങ്ങനെ നമ്മൾ മറ്റ് പല ഇൻഫർമേഷൻസിൻ്റെയും അനുസരിച്ചുകൊണ്ട് മറ്റ് പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിനാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ആൻ ആൻറ്റിസിപ്പേറ്റഡ് ഓർ പ്രിഡിക്റ്റഡ് റിട്ടേൺ ബേസ്ഡ് ഓൺ ദ സെവറൽ പീസ് ഓഫ് ഇൻഫർമേഷൻസ് അവൈലബിൾ ടു ഇൻവെസ്റ്റേഴ്സ്. ദ റിട്ടേൺ ഫ്രം ആൻ അസറ്റ് ഹാസ് 2 components. റിട്ടേൺ 2 വിധത്തിലുണ്ട്, 2 തരം റിട്ടേൺ ഉണ്ട്. കറണ്ട് ഈൽഡിംഗ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. കറണ്ട് ഈൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിവിഡൻഡ്, ലാഭവീതമാണ് കറണ്ട് ഈൽഡിംഗ്. പശുവിനെ കിട്ടുകയാണെങ്കിൽ ഡെയിലി പാല് കിട്ടും, ആ പാല് കൊടുത്താൽ കാശ് കിട്ടും, ദാറ്റ് ഈസ് എ കറണ്ട് ഈൽഡിംഗ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഈ പശുവിനെ ലാസ്റ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന നേട്ടമാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന റബ്ബർ ഷീറ്റുകളുടെ വരുമാനമാണ് കറണ്ട് ഈൽഡിംഗ്. റബ്ബർ തോട്ടം വിൽക്കുമ്പോൾ വാല്യൂ കൂടി കിട്ടുമല്ലോ, അതാണ് ക്യാപിറ്റൽ ഗെയിൻ. പശുവിൻ്റെ കേസിലൊക്കെ കുറേയാക്കാൻ കേട്ടോ, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആയോ? കറണ്ട് ഈൽഡ്, ഇപ്പോൾ ഷെയർ വാങ്ങിച്ചാൽ ആ ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡാണ് കറണ്ട് ഈൽഡിങ്. അതല്ല, ഈ ഷെയർ അവസാനം മറിച്ച് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവീതമാണ് എന്ത്? ക്യാപിറ്റൽ ഗെയിൻ. കറണ്ട് ഈൽഡ് ഈസ് എ നോൺ ആസ് ദ ഡിവിഡൻഡ് ഈൽഡ്. കറണ്ട് ഈൽഡിനെ ഡിവിഡൻഡ് ഈൽഡ് എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ പീരിയോഡിക് ഇൻകം ഫ്രം ആൻ അസറ്റ്. നമ്മൾ അസറ്റിൽ നിന്ന് പീരിയോഡിക് ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണെന്ത്? അതിനെയാണ് എന്ത് പറയുക? നമ്മൾ കറണ്ട് ഈൽഡിംഗ് എന്ന് പറയും. ഇറ്റ് ഈസ് മേ ഓർ മേ നോട്ട് ബി ഫിക്സ്ഡ്. ഇത് ഫിക്സ്ഡ് ആവാം, ഫിക്സ്ഡ് അല്ലാതിരിക്കാം. സം ടൈം ഇറ്റ് മേ ബി ഫിക്സ്ഡ് ഇൻ ദ നാച്ചുറൽ. കണ്ടോ, ചില സമയങ്ങളിൽ ഇതിൽ ഫിക്സ്ഡ് ആയിരിക്കാം. ഉദാഹരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ പോലെയൊക്കെ എന്താണ്, ചില സമയങ്ങളിൽ ഇതിൽ ഫിക്സ്ഡ് ആവാം, ചില സമയം ഡിബെഞ്ചറൊക്കെ പോലുള്ള നിന്ന് കിട്ടുന്ന പലിശയാവാം, ചില സമയങ്ങളിൽ ഇത് ഫിക്സ്ഡ് ആവില്ല. കണ്ടോ, അപ്പോൾ ചില സമയങ്ങളിൽ ഫിക്സ്ഡ് ആവാം, ഫിക്സ്ഡ് അല്ലാതിരിക്കാം. കണ്ടോ, നമ്മൾക്ക് റബ്ബർ തോട്ടം നിന്ന് കിട്ടുന്ന ഫിക്സ്ഡ് അല്ല, ആണോ? പശുവിന് ഫിക്സ്ഡ് ആണോ? അല്ല. എന്നാൽ നമ്മളൊരു ഡെപ്പോസിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആണ്. കണ്ടോ, ലാഭവീതം ഫിക്സ്ഡ് ആണ്, പലിശ നിരക്ക് ഫിക്സ്ഡ് ആണ്. അപ്പോൾ കറണ്ട് ഈൽഡിംഗ് മേ ഓർ മേ നോട്ട് ബി ഫിക്സ്ഡ്. ഈ ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്നറിയാം? നമ്മൾ അവസാനം ഇതിൻ്റെ വില കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഉള്ളതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗെയിൻ ഓർ ലോസ് ഫ്രം അൻ അസറ്റ് ഡ്യൂ ടു എ റൈസ് ഓർ ഫാൾ ഇൻ ഇറ്റ്സ് പ്രൈസ്. കേട്ടോ, വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ
ഉണ്ടാകുന്ന മാറ്റമാണ് ക്യാപിറ്റൽ ഗെയിൻ. അത് ലോസ് ആവാം. എന്താണ്, ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഗെയിൻ ആവാം, ഷെയറിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ലോസ് ആവാം, പശുവിൻ്റെ വില കൂടുകയാണെങ്കിൽ നേട്ടമാവാം, പശുവിൻ്റെ വില കുറയുകയാണെങ്കിൽ എന്താ നഷ്ടമാവാം, റബ്ബർ തോട്ടത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ നേട്ടമാവാം, കുറയുകയാണെങ്കിൽ നഷ്ടമാവാം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പർച്ചേസിങ് പ്രൈസ് ഓഫ് അൻ അസെറ്റ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ഈസ് സോൾഡ്. കേട്ടോ, എന്താണ് ഈ വാങ്ങിയപ്പോഴുള്ള വിലയും വിൽക്കുമ്പോഴുള്ള വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, ക്യാപിറ്റൽ ഗെയിൻ. ഞാനൊരു റബ്ബർ തോട്ടം വാങ്ങിച്ചു, ആ വാങ്ങിച്ചപ്പോൾ എത്ര കൊടുത്തു, 10 ലക്ഷം കൊടുത്തു, വിറ്റപ്പോൾ 15 ലക്ഷം കിട്ടി, 5 ലക്ഷമാണ് ക്യാപിറ്റൽ ഗെയിൻ. കറണ്ട് ഈൽഡിങ് എന്താ, ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഷീറ്റുകളുടെ വരുമാനം അല്ലേ. ഇതാണ് നമ്മളപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്താ, ഇറ്റ് ഈസ് എ ഡിഫറൻസസ് ബിറ്റ്വീൻ പർച്ചേസിങ് പ്രൈസ് ആൻഡ് പ്രൈസ് അറ്റ് ദി സോൾഡ്. ഇനി റിട്ടേൺ ഓഫ് ആൻ അസെറ്റ് എന്നുള്ള റിട്ടേൺ എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് ഉള്ള പെർസെൻറ്റേജിനാണ് റിട്ടേൺ പറയുക അല്ലേ. ഇപ്പോൾ നമ്മൾ 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്താൽ ഇത്ര ശതമാനം കിട്ടാറുണ്ട്, 10%. അപ്പോൾ പെർസെൻറ്റേജിൽ പറയുന്നതാണ് എന്ത്, അതായത് ഒരു വർഷം നമ്മൾ ഈ ഷെയർ കൈവശം വെച്ചിരുന്നാൽ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ പെർസെൻറ്റേജിൽ പറയുന്നതാണ് എന്ത്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ റിട്ടേൺ ഓൺ അസെറ്റ്. റിട്ടേൺ ഓൺ അസെറ്റ് എന്താണ്, ക്യാപിറ്റൽ ഈൽഡ് പ്ലസ് കറണ്ട് ഈൽഡ് അല്ലേ. നമ്മൾ ആ സാധനം ഇപ്പോൾ എൻ്റെ റബ്ബർ തോട്ടത്തിലുള്ള വരുമാനം എന്താണ് റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഷീറ്റിൻ്റെ വരുമാനം പ്ലസ് റബ്ബർ തോട്ടം വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം അല്ലേ. പശുവിൻ്റെ വരുമാനത്തിനാണ് പശുവിന് കൊടുത്ത ചിലവ് എന്ന് പറയുന്നത് 70,000 രൂപയുടെ പശു വാങ്ങിച്ചു, പാൽ ഇത്ര രൂപയ്ക്ക് വിറ്റു, പശുവിന് വിൽക്കുമ്പോൾ എത്ര കിട്ടി, രണ്ടുമാണ് എന്ത്, ഈൽഡ് അല്ലേ. ഇനി ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്താ നോക്ക്, അടുത്ത കൺസെപ്റ്റാണ്. ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിൽ ആവറേജ് എത്ര റിട്ടേൺ ഉണ്ട്, അതായത് മൊത്തം എല്ലാ റിട്ടേണും കൂടി കൂട്ടിയിട്ട് വർഷം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ മാസത്തെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഓരോ മാസം കിട്ടിയ പാലിൻ്റെ വരുമാനം ഹരിക്കണം മൊത്തം മാസങ്ങളുടെ എണ്ണമാണ് എന്താ ആവറേജ്. അങ്ങനെ ആവറേജ് കാണാം. എങ്ങനെ ആവറേജ് കാണാം, എല്ലാവരും കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക അല്ലേ. ഇപ്പോൾ 10 വർഷം നമ്മൾ ഷെയർ ഹോൾഡ് ചെയ്തു, 10 വർഷവും ഓരോ വർഷം കിട്ടിയ വരുമാനം ഡിവൈഡ് ബൈ 10 അല്ലേ. ദ ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ മെഷേഴ്സ് ദ മീൻ റിട്ടേൺ ഏൺഡ് ബൈ ഇൻവെസ്റ്റർ ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. കണ്ടൊരു പ്രത്യേക സമയത്ത് കിട്ടിയ വരുമാനം എല്ലാ വരുമാനം കൊടുത്തിട്ട് ആവറേജ് ആണ് എന്ത്, ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് ഓഫ് എ കമ്പയർ ദ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടോ, പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണെന്ത്, ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് റബ്ബർ തോട്ടമുണ്ട്, സ്വർണ്ണമുണ്ട്, ഓരോന്നിൻ്റെയും ആവറേജ് നോക്കാൻ വേണ്ടി ഏതാണ് ബെറ്റർ വൺ എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആവറേജ് ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ റിട്ടേൺ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ. ടോട്ടൽ റിട്ടേൺ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് എന്താ, സം ഓഫ് ആൾ റിട്ടേൺസ് അല്ലേ. എല്ലാ റിട്ടേണും, അത് ഇൻകം ആവാം, ക്യാപിറ്റൽ ഗെയിനും ലോസ് ആവാം അല്ലേ. പശുവിന് മാസം കിട്ടിയ വരുമാനമാവാം, പശുവിനെ വിൽക്കുമ്പോൾ കിട്ടിയ വരുമാനം, മൊത്തം പീരീഡിൽ കിട്ടിയ വരുമാനമാണെന്ത്, ടോട്ടൽ റിട്ടേൺ. ഹിസ്റ്റോറിക്കൽ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഫിനാൻഷ്യൽ അസെറ്റ്സ് സച്ച് ആസ് ദ ബോണ്ട്, ഷെയർ, ട്രഷറി ബില്ല്, മ്യൂച്വൽ ഫണ്ട് എക്സ് ദ ഇൽ റിട്ടേൺ. ഇത് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസെറ്റ് എന്നുള്ള റിട്ടേണുകൾ അത് നമ്മൾ പാസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ അസെറ്റ് പ്രസൻറ്റഡ് ഓവർ എ ഹിസ്റ്റോറിക്കൽ പീരീഡ് ഓഫ് ടൈം. നമ്മൾ മുൻകാലഘട്ടങ്ങളിൽ റിട്ടേൺ നോക്കിയിട്ട് കഴിഞ്ഞ റിട്ടേൺ എത്രയാണ് നോക്കിയിട്ട് കണക്കാക്കുന്ന റിട്ടേൺ എത്ര നമ്മൾ റിട്ടേൺ ചെയ്തു എന്ന് നോക്കിയിട്ട് അത് പെർഫോമൻസ് ഓഫ് അസെറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിയിട്ട് കിട്ടുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ എന്ന് പറയുന്നത്. എങ്ങനെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ കാണാം, PT - PT - 1 × 100 ബൈ PT - 1. കണ്ടോ, അതായത് നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെ വില എത്രയായിരുന്നു, അപ്പോൾ ഇത്രയാണ്. ഇപ്പം കഴിഞ്ഞ 3 വർഷത്തെ വില നോക്കുമ്പോൾ 10% കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% പറയാം ഈ വർഷവും 10% കൂടും. കണ്ടോ, ഇപ്പോൾ 90 ആയിരുന്നു, 99 കണ്ടോ ഷെയറിൻ്റെ വാല്യൂ. പിറ്റത്തെ വർഷം നോക്കുമ്പോൾ 99 എന്നുള്ളത് വീണ്ടും 9.9 കൂടിയിട്ട് അതായത് എത്രയായി, 108.9 10% വർദ്ധിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ പിറ്റത്തെ വർഷം നോക്കണം എത്രയാണ്, 108.9 നിന്ന് വീണ്ടും എത്ര കൂടും, 10.8 കൂടുമോ, 10.8 കൂടി. കണ്ടോ, അപ്പോൾ 127. ഇങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് കണക്കാക്കുന്ന രീതിയാണെന്ത്, ഹിസ്റ്റോറിക്കൽ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺ കഴിഞ്ഞു. ഹിസ്റ്റോറിക്കൽ റിട്ടേൺ കാലിക്കേഷൻ എന്താണ്, PT - PT 1 ബൈ × 100 ബൈ PT - 1. PT എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് അസെറ്റ് ഇൻ ദ കറണ്ട് ഇയർ ആണ്, ഇപ്പോഴുള്ള വിലയാണ് PT എന്ന് പറയുന്നത്. PT 1 എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ വില. ഇനി നമ്മൾ റിസ്കിലേക്കാണ് പോകുന്നത്. റിസ്ക് ഈസ് എ ഫിനാൻഷ്യൽ അസെറ്റ്. ഇറ്റ് റെപ്രസെൻറ്റഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ. റിസ്ക് പലപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയിട്ടാണ് റിസ്ക് കണക്കാക്കാറുള്ളത്. എന്താണ് നമ്മൾക്കറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് കാണാറുള്ളത്, റിസ്ക് കണക്കാക്കാറുള്ളത് എന്നാണ്. റിസ്ക് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡീവിയേഷൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഞ്ച് പോലെ, ക്വാർട്ടർ ഡീവിയേഷൻ പോലെ, മീൻ ഡീവിയേഷൻ പോലെ, ലോറൻസ് കർവ് പോലെ രീതിയാണെന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റിസ്ക് അനാലിസിസിന് ഇമ്പോർട്ടൻ്റ് ഇൻ ദ ഫിനാൻഷ്യൽ എക്കണോമിക്സ്. നമുക്കറിയാം ഫിനാൻഷ്യൽ എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണെന്ത് റിസ്ക് അനാലിസിസ് എന്നുള്ളത്. എ റാഷണൽ ഇൻവെസ്റ്റർ മേ ബിയർ മോർ റിസ്ക് ഇഫ് മോർ റിട്ടേൺ ഈസ് അഷ്വർഡ് ദാറ്റ് ഇൻവെസ്റ്റർ ട്രൈ ടു റെഡ്യൂസ് ദ റിസ്ക് ബൈ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾ വലിയ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറും. നമുക്കറിയാം റിസ്ക് റിവാർഡ് ഈസ് അവാർഡ് ഫോർ റിസ്ക് എന്നാണ്. നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുത്താലേ റിവാർഡ് ഉണ്ടാവുള്ളൂ. റിട്ടേൺ കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കണം. അപ്പോൾ ഏതൊരാൾക്കും അറിയാം വലിയ വലിയ റിസ്ക് എടുത്താലേ ഉള്ളൂ റിട്ടേൺ കിട്ടുക എന്ന്. ഓക്കെ, നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ട്രൈ ടു റെഡ്യൂസ് ദ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. എങ്ങനെയാണ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്, റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുക. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ, കർഷകനാണെങ്കിൽ വെറും നെല്ല് മാത്രം കൃഷി ചെയ്യാതിരിക്കുക, നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പശുവിനെ വളർത്തുക, കോഴിയെ വളർത്തുക, ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് മേഖല ഒന്നിൽ നിന്ന് മാത്രം ആശ്രയിക്കാതെ വ്യത്യസ്ത മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, വ്യത്യസ്ത രീതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വെറും ടാറ്റയുടെ ഷെയർ വാങ്ങാതെ ടാറ്റയും ബിർളയും മറ്റേ ബജാജും റിലയൻസും എല്ലാം വാങ്ങുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ ആയോ? വെറും ഇൻഡസ്ട്രിയൽ അല്ലാതെ ബിസിനസ്സിലും കൃഷിയിലൊക്കെ ഇറക്കുക, ദാറ്റ് ഈസ് എ പോർട്ട്ഫോളിയോ. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനിലൂടെയാണ് റിസ്ക് കുറക്കുന്നത്. ഇനി നമ്മൾ റിസ്ക് ഓഫ് ആൻ അസറ്റിൻ്റെ റിസ്ക് എന്നുള്ള റിസ്ക് ഓഫ് ആൻ അസറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വേരിയൻസ്. അല്ലേ, നമ്മൾക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയിട്ടാണ് റിസ്ക് അനാലിസിസ് നടത്തുക. റിസ്ക് കാണാനുള്ള ഇക്വേഷന് P1 ഇൻറ്റു എന്താണ് R1 മൈനസ് ER റേസ് ടു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ക്യാപ്പ് ഇട്ടിരിക്കുന്ന റേസ് ടു എന്നുള്ളതാണ്. റേസ് ടു 2 പ്ലസ് P2 രണ്ടാമത്തെ വർഷത്തെ P2 R2 മൈനസ് ER റേസ് ടു 2 പ്ലസ് അങ്ങനെ PN RN മൈനസ് ER റേസ് ടു എന്താണ് 2 എന്നുള്ളതാണ് ഇക്വേഷൻസ്. നോക്കാം, ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും ഇക്വേഷൻസ് ഒന്നുകൂടി നോക്കുക. എന്താണ് നമ്മൾ പ്രധാനമായിട്ടും P1 R1 മൈനസ് ER റേസ് ടു ക്യാപ്പ് എന്നുള്ള ഇട്ടിങ്ങനെ റേസ് ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ എന്താണെന്ന് നമുക്കറിയാം. ദെൻ ദ കോമ്പിനേഷൻ ഓഫ് 2 or more സെക്യൂരിറ്റീസ് ഓർ അസെറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് പോർട്ട്ഫോളിയോ. അല്ലേ, എന്താ പോർട്ട്ഫോളിയോ? എന്താ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ദ 2 or more എന്താണ് ഷെയർസ് അല്ലെങ്കിൽ 2 or more അസറ്റ്, 2-3 അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദ ഇൻവെസ്റ്റർ ട്രൈ ടു റെഡ്യൂസ് ദ റിസ്ക് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അല്ലേ, എങ്ങനെയാണ് നിക്ഷേപകന് റിസ്ക് കുറക്കുക? ഡൈവേഴ്സിഫിക്കേഷനിലൂടെയാണ് റിസ്ക് കുറക്കുന്നത്. അതായത് ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുക? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദ റിസ്ക് ഓഫ് ആൻ ഇൻവെസ്റ്റർ ഹു സൈമൾട്ടേനിയസ്ലി ഇൻവെസ്റ്റ് ഇൻ 2 സെക്യൂരിറ്റീസ് ക്യാൻ ബി റെഡ്യൂസ് ദ എന്താണ് റിസ്ക്. നമുക്കറിയാം എന്താണ് ഒരു കോവേരിയൻസ്, നെഗറ്റീവ് കോവേരിയൻസ്, നഷ്ടം വരാനുള്ള സാധ്യത 2-3 കമ്പനികളിൽ വ്യത്യസ്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറവായിരിക്കും എന്നാണ് കുറക്കാൻ കാരണമാണ്. അല്ലേ, അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നഷ്ടം വരാതിരിക്കും. എന്ത് 2-3 ഇപ്പോൾ വാഴ മാത്രം കൃഷി ചെയ്യാതെ വാഴയും കപ്പയും കൃഷി ചെയ്യുക. അപ്പോൾ വാഴയ്ക്ക് നഷ്ടം വന്നാലും കപ്പ കോമ്പൻസേറ്റ് ചെയ്യും. ഇനി വാഴയും കപ്പയും നെല്ലും ഒക്കെ കൃഷി ചെയ്യുക. അപ്പോൾ എന്തുണ്ട് ആ നെല്ലിന് ഇപ്പോൾ പശുവിനെയും ആടിനെയൊക്കെ വാങ്ങി വളർത്തുക. അപ്പോൾ പശുവിൻ്റെ പാലിന് നഷ്ടമാണെങ്കിൽ ആടുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ diversifications. This means that decrease the return one securities, the covariance between the two is negative. ഉണ്ടോ? എന്താ നമ്മൾ പ്രധാനമായിട്ടും ഒരു റിട്ടേൺ ഇപ്പോൾ കുറവാണെന്ന് വെച്ചിട്ട് ബേജാറാവേണ്ടതുണ്ട്, മറ്റുള്ളതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേരിയൻസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ കാണാൻ ഇക്വേഷൻ ഓർത്തിരിക്കുക. എന്താണ് വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു WX സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് WY സ്ക്വയർ സിഗ്മ Y സ്ക്വയർ പ്ലസ് 2WX WY. അതായത് കോവേരിയൻസ് കാണാൻ ഇക്വേഷനാണ്. ഓരോന്നും നമ്മൾക്കറിയാം. കോവേരിയൻസ് ഓഫ് XY കാണാൻ ഇക്വേഷന് സിഗ്മ PI X മൈനസ് I മൈനസ് ERX ഇൻറ്റു Y മൈനസ് YI മൈനസ് ERY. അല്ലേ, WX എന്ന് പറഞ്ഞാൽ ഷെയർ ഓഫ് എമൗണ്ട് സ്പെൻഡ് ഓൺ X, സിഗ്മ എക്സ് സ്ക്വയർ വേരിയൻസ് ഓഫ് X, സിഗ്മ Y ഷെയർ ഓഫ് ദി എമൗണ്ട് സ്പെൻഡ് ഓൺ Y, സിഗ്മ Y സ്ക്വയർ വേരിയൻസ് ഓഫ് Y, P എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി, ERX എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ, ERX എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് Y. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഇക്വേഷനാണ്. സ്ക്വയർ റൂട്ട് ഓഫ് WX സ്ക്വയർ പ്ലസ് ഇൻറ്റു സിഗ്മ Y സ്ക്വയർ പ്ലസ് WY സ്ക്വയർ ബൈ സിഗ്മ Y സ്ക്വയർ ദെൻ പ്ലസ് 2WX 2Y. അല്ലേ, കോവേരിയൻസ് നോക്കുക. ഇക്വേഷനൊക്കെ കാണാതെ പഠിക്കുക കേട്ടോ, ഇക്വേഷൻസുകൾ കാണാതെ പഠിക്കുക. ടൈപ്സ്
ഓഫ് റിസ്ക് ആണ്. ആദ്യത്തെ ടൈപ്സ് ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് കടം വാങ്ങിയ വ്യക്തിക്ക് കടം കൊടുത്ത് അത് കൊടുക്കാൻ പറ്റാതിരിക്കുക. ദാറ്റ് ഈസ് എ ഡിഫോൾട്ട് റിസ്ക്. നമ്മളൊരു കമ്പനി കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചടക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയാം. ഇറ്റ് റിഫേഴ്സ് ടു പോസിബിലിറ്റി ദാറ്റ് ദ ബോറോവർ കടം വാങ്ങിയ വിൽ ബി ഫെയിൽ ടു മീറ്റ് ദർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ സച്ച് ആസ് റീപേയിങ് ദ ലോൺ ഓർ ബോണ്ട്. ലോണോ ബോണ്ടോ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണെന്ന് പറയുക. അതായത് ലെൻഡ് ചെയ്ത പണം കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന റിസ്ക്കാണ് ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫിനാൻഷ്യൽ റിസ്ക്. ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് ദ ലോസിങ് മണി ഓർ എക്സ്പീരിയൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഡ്യൂ ടു അൺസർട്ടനിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് മാർക്കറ്റിനാവുന്ന വേരിയേഷൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ പ്രശ്നമായിട്ട് എന്ത് ചെയ്യുക, പൈസ നഷ്ടപ്പെടുക. അതാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് റിഫേഴ്സ് ടു ദ പോസിബിലിറ്റീസ് ഓഫ് ലോസിങ് മണി, പണം നഷ്ടപ്പെടുകയാണ്, ഓർ എക്സ്പീരിയൻസിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, സാമ്പത്തികമായിട്ട് അസമത്വം ഉണ്ടാകും. എന്തുകൊണ്ട്? ഡ്യൂ ടു അൺസർട്ടനിറ്റി, അരക്ഷിതാവസ്ഥ കൊണ്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ ഇടപാടുകൾ നടക്കാതിരിക്കുക, ഇടപാടുകളിൽ പ്രശ്നമുണ്ടാവാതിരിക്കുക, കച്ചവടമില്ലാതിരിക്കുക, അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്? ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് ലോസിങ് മണി ഓർ എക്സ്പീരിയൻസിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, സാമ്പത്തികമായിട്ട് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവുക, സ്ഥിരതയില്ലായിരിക്കുക, അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ലിക്വിഡിറ്റി റിസ്ക്. Liquidity risk is the risk that individual company or financial institution will be unable to meet the short-term financial obligation due to inability to quickly convert asset into such cash without significant loss or value. കണ്ടോ, നമ്മളെ കയ്യിലുള്ള അസറ്റുകൾ പെട്ടെന്ന് കാശാക്കാൻ പറ്റാതെ നമ്മളെപ്പോഴുള്ള ചെറിയൊരു കാലഘട്ടത്തിലേക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മളെ ഷെയർ മാറ്റി കിട്ടിയില്ല, നമ്മളെ ചെക്ക് മാറ്റി കിട്ടിയില്ല, നമ്മളെ DD മാറ്റി കിട്ടിയില്ല, അങ്ങനെ ഉണ്ടാകുന്ന ചിലവിനാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റിസ്ക് ഈസ് ദ റിസ്ക് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കമ്പനി ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി അണേബിൾ ടു മീറ്റ്, അവർക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസറ്റ്. ഒരു ചെറിയ കാലഘട്ടത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മീറ്റ് ചെയ്യാൻ പറ്റാത്ത ചിലവാണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇനി മെച്യൂരിറ്റി റിസ്ക് ഈസ് ആൾസോ നോൺ ആസ് ദ ടേംസ് റിസ്ക്. ഇതിൻ്റെ ടേംസ് റിസ്ക് എന്ന് പറയാറുണ്ട്. ഇറ്റ് റിഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ഓർ ഫിനാൻഷ്യൽ ലോസസ് ഡ്യൂ ടു ടൈം റിമൈൻ ദ അണ്ടിൽ ദ മെച്യൂരിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. കണ്ടോ, നമ്മൾ ഷെയർ വാങ്ങിയാൽ, നമ്മളൊരു RD കൂടിയാൽ, നമ്മൾ ഡെപ്പോസിറ്റ് കൂടിയാൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് മെച്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ആയാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, റിട്ടേൺ കിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് ഉണ്ടാകുന്ന റിസ്കിനെയാണ് മെച്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് നമ്മൾ ഉദാഹരണം എടുക്കുക, ഞാനൊരു FD ഇട്ടു, ഒരു 10 ലക്ഷം രൂപ FD ഇട്ടു, ഒരു 2 കൊല്ലത്തിന് ഇട്ടു. പക്ഷേ 2 കൊല്ലത്തിന് മുമ്പ് എനിക്ക് വളരെ കാശിന് അത്യാവശ്യം വന്നു. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ലോൺ എടുക്കേണ്ടി വരും ഈ ഷെയർ വെച്ചിട്ട്, അല്ല 2 വർഷം കഴിഞ്ഞെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ആ മെച്യൂരിറ്റി റിസ്ക്. ആ മെച്യൂരിറ്റി കാലഘട്ടത്തിൻ്റെ മുമ്പുണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയാണ് മെച്യൂരിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിലുണ്ടാകുന്ന വേരിയേഷൻ, ഇൻട്രസ്റ്റിലുണ്ടാകുന്ന പലിശയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിസ്ക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. പലിശ കൂടും കുറയും ഇങ്ങനെ ചെയ്യുക, എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആവുക, എപ്പോഴും വ്യതിയാനം സംഭവിക്കുക, അപ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് refers to potential or financial losses to reduce the return due to change the interest rate. പലിശയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് റിട്ടേണിലുണ്ടാകുന്ന മാറ്റമോ ലോസോ സംഭവിക്കുകയാണെങ്കിൽ അതിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മേ ബി ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രിവൈലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. നിലവിലുള്ള പലിശ നിരക്കിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. അടുത്ത ഇൻഫ്ലേഷൻ റിസ്ക്. നമ്മൾക്കറിയാം, പർച്ചേസിംഗ് പവറിലുണ്ടാകുന്ന മാറ്റം മൂലം, വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ഉണ്ടാകുന്നതാണ് ഇൻഫ്ലേഷൻ റിസ്ക്. ഇൻഫ്ലേഷൻ റിസ്ക് ആൾസോ നോൺ ആസ് എ പർച്ചേസിംഗ് പവർ റിസ്ക്. ഇതിനെന്ത് വിളിക്കാറുണ്ട്? പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് വിളിക്കാറുണ്ട്. ഇറ്റ് റിഫേഴ്സ് ടു പോസിബിലിറ്റി ദാറ്റ് ദ വാല്യൂ ഓഫ് മണി ഓർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ഡിക്രീസ് ഓവർ ദ ടൈം ഡ്യൂ ടു റൈസ് ഇൻ ദ പ്രൈസ് ഇൻ ദ ഇക്കോണമി. കണ്ടോ, ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ വിലവർദ്ധനവിൻ്റെ ഫലമായിട്ട് നമ്മളെ കയ്യിലുള്ള ഷെയറിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഷെയറുണ്ട്, ഇത്ര രൂപയുടെ ഷെയറുണ്ട്, മാർക്കറ്റ് വളരെ ഡള്ളായി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി, പലിശ കൂടി, ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ വിലക്കയറ്റം ഉണ്ടായാൽ ദാറ്റ് ഈസ് ദ ഇൻഫ്ലേഷൻ റിസ്ക്. അടുത്ത കറൻസി റിസ്ക് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ചുമായി റിസ്ക്കാണ്. അതിനെ നമ്മൾ ഇറ്റ് റിഫേഴ്സ് ടു പൊട്ടൻഷ്യൽ ഓർ ഫിനാൻഷ്യൽ ലോസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് വൺ കറൻസി റിലേറ്റഡ് ടു അനദർ. ഉണ്ടോ, നമ്മളെ കറൻസിയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റം മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് കറൻസി റിസ്ക് എന്താ? ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഇതിനെ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് വിളിക്കാറുണ്ട്. എന്താ കറൻസി റിസ്ക്? ഇറ്റ് ഈസ് എ റിസ്ക് ഇൻവോൾവ് ഡ്യൂ ടു ചേഞ്ച് ദ പ്രൈസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് നമ്മളെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനം മൂലം എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന റിസ്കിനെയാണ് എന്താ പറയുക, നമ്മൾ കറൻസി റിസ്ക് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് റിസ്ക്.
It refers to the potential for the company to experience or lower profit or financial loss due to factors that affect the ഓപ്പറേഷൻ, മാർക്കറ്റ് പൊസിഷൻ, ഓവറോൾ എബിലിറ്റി ടു ജനറേറ്റ് റവന്യൂ. കേട്ടോ, മാർക്കറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ്റെ ഫലമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഫലമായിട്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് കമ്പനി ഓർ എക്സ്പീരിയൻസ്ഡ് ഓവർ പ്രോഫിറ്റ്സ്. കേട്ടോ, കമ്പനി എന്താണ് പലപ്പോഴും ലാഭവിഹിതം കുറയ്ക്കേണ്ടി വരും, വില കുറയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം കൊറോണ സമയങ്ങളിലൊക്കെ പല കമ്പനികളും പല പ്രൊഡക്റ്റും വില കുറയ്ക്കേണ്ടി വന്നു. ദാറ്റ് ഈസ് ദ എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത external risk refers to risk that originate outside an organization or beyond the direct control. These risks are caused by external factors. അതായത് പുറത്തുനിന്നുള്ള കാരണങ്ങൾ കൊണ്ട്, പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ട്, പുറത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന റിസ്കിനെയാണ് എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുക, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക, ട്രെൻഡ് മാറുക, ഇങ്ങനെ നമ്മൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ റിസ്ക് മീൻസ് ദാറ്റ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. പുറത്തുനിന്നുള്ള ഘടകങ്ങളുടെ ഫലമായിട്ട്, പുറത്തുനിന്നുള്ള പല ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിസ്കിനെയാണ് എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഉദാഹരണം എടുക്കാൻ വെച്ചാൽ ഇപ്പോൾ ജോ ബൈഡൻ മാറി ട്രംപ് വന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ചില മാറ്റങ്ങളൊക്കെ വരും, ചില നിലപാടുകളിൽ മാറ്റം വരും അല്ലേ, അല്ലെങ്കിൽ പല രീതികളിൽ മാറ്റം വരും. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിക്ക് റിസ്ക് ഉണ്ടാവും. ഇപ്പോൾ കൊറോണ വന്നു, പല സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വന്നു. ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ പ്രളയം വന്നു, പലപ്പോഴും പല കമ്പനികളും പൂട്ടേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നു, യുദ്ധം വന്നു, ഇപ്പോൾ എന്താണ് നമ്മൾക്ക് റഷ്യ ഉക്രൈൻ വാർ വന്നു, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വന്നു. ഇങ്ങനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ കമ്പനി ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത് എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിസ്ക് ദാറ്റ് അഫക്ട്സ് ദ എൻറ്റയർ മാർക്കറ്റ് ഓർ ബിയോണ്ട് ദ സെഗ്മെൻറ്റ് ഓഫ് എ മാർക്കറ്റ്. മൊത്തം മാർക്കറ്റിനെ, ഒരു സ്ഥാപനത്തിന് മാത്രമല്ല എല്ലാ സ്ഥാപനത്തിനെയും ബാധിക്കുകയാണെങ്കിൽ അതിനാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് കാനോട്ട് ബി എലിമിനേറ്റ് ത്രൂ ദ ഡൈവേഴ്സിഫിക്കേഷൻ. ഒരിക്കലും അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് മാറ്റാൻ കഴിയില്ല. എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കൃഷിയെയും ബാധിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ ഞാനത് ഇത് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്, വാഴ കൃഷി ചെയ്തിട്ടുണ്ട്, കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വരൾച്ച വന്നു. ഇറ്റ് ഈസ് അഫക്റ്റഡ് ടു ദ എൻറ്റയർ ഫാമിംഗ്. എല്ലാ ഫാമിങ്ങിനെയും ബാധിക്കും. ദാറ്റ് ഈസ് ദ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്. കണ്ടാ, ഈ റിസ്ക് ഇൻവോൾവ് ഓൾ എൻറ്റയർ ഓർഗനൈസേഷൻ, എൻറ്റയർ മാർക്കറ്റിനെ മുഴുവൻ ബാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. അല്ല, ചില മേഖലകളിൽ മാത്രമുള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ നമ്മൾ നോക്കുക, വാഴയ്ക്ക് മാത്രം എന്തോ കേട് വന്നു, വാഴ നശിച്ചുപോയി. പക്ഷേ കപ്പയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ പശുവിന് എന്തോ പ്രശ്നം വന്ന് പശു നശിച്ചുപോയി, നമുക്ക് ആടും കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോമ്പൻസേറ്റ് ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രം ബാധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, ഫർണിച്ചർ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ മരുന്ന് കട ഉണ്ട് അല്ലേ, മറ്റേ പലചരക്ക് കട ഉണ്ട്, എല്ലാം ഉണ്ട് വിചാരിച്ചോ. ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് പോർട്ട്ഫോളിയോ ഏതെങ്കിലും എല്ലാത്തിനെയും ബാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്. അല്ല, മരത്തിന് മാത്രം ബാധിച്ചു, ദാറ്റ് ഈസ് ദ അല്ലെങ്കിൽ വേണ്ട ടെക്സ്റ്റൈൽ ഷോപ്പിനെ മാത്രം ബാധിച്ചു, ദാറ്റ് ഈസ് ദ അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് റിഫേഴ്സ് ടു റിസ്ക് ദാറ്റ് ആർ സ്പെസിഫിക് ടു എ കമ്പനി. ഒരു പ്രത്യേക കമ്പനി ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുകയാണെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഓർ എലിമിനേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നോക്ക്, നമ്മൾ പ്രധാനമായിട്ട് ഇനി റിസ്ക്കും റിട്ടേൺ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എ കമ്പനി ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ദ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ, അതാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കുക, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അത് പ്രധാനമായിട്ട് നോക്കുക, പേജ് നമ്പർ 62 കേട്ടോ. അതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നോക്കുക. അവിടെ നമ്മൾ എപ്പോഴും റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടും. അതാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ ഡയഗ്രം നോക്കുക, അപ്വേർഡാണല്ലോ, രണ്ടും കൊണ്ടിരിക്കാൻ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേണും കൂടും. റിസ്ക് ആൻഡ് റിട്ടേൺ ആർ ഡയറക്ട്ലി റിലേറ്റഡ്. റിസ്ക് ഇൻക്രീസസ്, return also increases. Risk reduces, return also reduces. That is the risk and return are directly related. കാണിക്കുന്ന ഡയഗ്രാമാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ബീറ്റ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ബീറ്റ ഈസ് എ മെഷർ ഓഫ് ആൻ അസെറ്റ് പോർട്ട്ഫോളിയോ സെൻസിറ്റിവിറ്റി ഓവറോൾ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടോ, നമ്മളെ പോർട്ട്ഫോളിയോ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്, പോർട്ട്ഫോളിയോ ഉണ്ടാകുന്ന മാറ്റം അല്ല സെൻസിറ്റിവിറ്റി എങ്ങനെയാണ്, പ്രതികരണശേഷി എങ്ങനെയാണെന്ന് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് ബീറ്റ. ആൽഫ ബീറ്റയിൽ ബീറ്റയാണ്. ബീറ്റ ഈസ് എ മെഷർ ഓഫ് ആൻ അസെറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോ, നമ്മളെ ഷെയറുകൾ സെൻസിറ്റീവ് ടു ഓവറോൾ മാർക്കറ്റ് മൂവ്മെൻറ്റ്. അത് മാർക്കറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മൾ സ്ഥാപനം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് ബീറ്റ. അപ്പോൾ നമ്മൾ കൊറോണ വന്നു,
കൊറോണ വന്നപ്പോൾ മാർക്കറ്റ് ആകെ ഡള്ളായി. അങ്ങനെ വന്ന സമയത്ത് നമ്മളെ ഫേം, നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളെ ഷെയറിന് എന്ത് സംഭവിച്ചു, അതാണ് ബീറ്റ. അതെങ്ങനെ മെഷർ ചെയ്യുന്നതാണ് ബീറ്റ. ഇപ്പോൾ നമ്മൾ ജോ ബൈഡൻ മാറിയിട്ട് ട്രംപ് വന്നപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഡള്ളായിട്ടുണ്ടാവാം, ചില മാർക്കറ്റ് ആകെ ഡള്ളായി. പക്ഷേ ആ സമയത്ത് നമ്മളെ ഷെയറിൻ്റെ ബാലൻസ്, ചില ഷെയറുകൾ ചിലപ്പം കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ട്രംപ് വന്നപ്പോൾ ഒന്ന് കൂടി ചിലപ്പോൾ ഷെയറുകളുടെയൊക്കെ മാർക്കറ്റ് റേറ്റ് കൂടിയിട്ടുണ്ടാവാം. ക്ലിയർ. ജോ ബൈഡൻ മാറിയപ്പോൾ കുറഞ്ഞത്. അങ്ങനെ എന്ത് മാറ്റം വന്നു ഇപ്പോൾ? അല്ലെങ്കിൽ നോക്കുക, നിങ്ങൾക്കറിയാം ഉക്രൈൻ റഷ്യ വാർ വന്നപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഷെയറുകളും തകർന്നു. പക്ഷേ നമ്മളെ ഷെയറിന് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവുക, കുറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു മാറ്റം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ബീറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എന്താണ്? ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദസ് ഇറ്റ് മോർ വോളറ്റൈൽസ് ദാൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലുണ്ടായ മാറ്റത്തേക്ക് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ മാറ്റം കൂടുതലായിരിക്കും. ബീറ്റയുടെ വാല്യൂ 1 കൂടുതലാണെങ്കിൽ എന്താണ് ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്താണ്? മാർക്കറ്റിലുണ്ടായ വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അസറ്റിനെ എന്ത് ബാധിച്ചു. അപ്പോൾ മാർക്കറ്റിലുണ്ടായ വേരിയേഷനേക്കാൾ കൂടുതലാക്കാരം നമ്മളെ സ്ഥാപനത്തെ ബാധിക്കുക. അതാണ് ബീറ്റ 1 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബീറ്റ = 1 ആണെങ്കിൽ രണ്ടും ഒരേ മാതിരിയാക്കാരം. മാർക്കറ്റിലുണ്ടായ അസറ്റ്സ് ലൈസ് വിത്തിൻ ദ മാർക്കറ്റ്, ദ മൂവ്സ് ഇൻ ദ എല്ലാം ഒരേ മാതിരിയാണ്. മാർക്കറ്റിലുണ്ടായ മാറ്റം തന്നെ നമ്മളെയും ബാധിച്ചു. മാർക്കറ്റിൽ 10% റേറ്റ് കുറഞ്ഞപ്പോൾ നമ്മളത് 10% കുറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് 10% കൂടിയപ്പോൾ നമ്മളത് കൂടിയിട്ടുണ്ട്. ഇനി ബീറ്റ <1 ആണെങ്കിൽ ദ അസറ്റ് ലെസ് വോൾട്ടൈൽ ദാൻ ദ മാർക്കറ്റ്. മാർക്കറ്റുണ്ടായ വേരിയേഷനേക്കാൾ കുറവാണ് നമ്മളെ ബാധിച്ചുള്ളത്. മാർക്കറ്റ് 10% കൂടിയപ്പോൾ നമ്മളത് 10 കൂടിയിട്ടില്ല. അല്ലെങ്കിൽ മാർക്കറ്റിൽ 10% ഡള്ളായപ്പോൾ നമ്മൾ 10% ഡള്ളായിട്ടില്ല. ദാറ്റ് ഈസ് ദ ബീറ്റ <1. ബീറ്റ ഈസ് 0 ആണെങ്കിൽ നോ അഫക്റ്റ്. മാർക്കറ്റ് ചേഞ്ചസ് ഡു നോട്ട് അഫക്റ്റ് ദ അവർ ഓൺ അസറ്റ്. നമ്മളെ അസറ്റിന് ഒരു മാറ്റം വന്നിട്ടില്ല. കണ്ടോ? ദ അസറ്റ് ഈസ് അൺകോറിലേറ്റഡ് വിത്ത് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റ് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ബീറ്റ <0 ആണെങ്കിൽ ദ അസറ്റ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കണ്ടോ? അവിടെ കൂടുമ്പോൾ നമ്മളത് കുറഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റിൽ മൊത്തം മാർക്കറ്റ് ഡള്ളാണ്, ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുകയാണ്, പക്ഷെ നമ്മളെ ഷെയറിൻ്റെ വാല്യൂ കൂടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ബീറ്റ <1. അപ്പോൾ നോക്കാം, ബീറ്റ എന്ന് പറയുന്നത് മാർക്കറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ്റെ ഫലമായിട്ട് നമ്മൾ അസറ്റ് ഉണ്ടാകുന്ന മാറ്റമാണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ ഒരേ മാറ്റമാണ് വന്നത്. 1 കൂടുതലാണെങ്കിൽ മാർക്കറ്റുണ്ടായ വേരിയേഷനേക്കാൾ കൂടുതലാണ് നമ്മളുണ്ടായ മാറ്റം. 1 കുറവാണെങ്കിൽ മാർക്കറ്റിനുണ്ടായ വേരിയേഷൻസിനേക്കാൾ കുറവാണ് നമ്മൾ അസറ്റ് ഉണ്ടായ മാറ്റം കുറവാണ്. 0 ആണെങ്കിൽ ഒരു മാറ്റം വന്നിട്ടില്ല. 0 കുറവാണെങ്കിൽ ഓപ്പോസിറ്റ് മാറ്റമാണ് വന്നിട്ടുള്ളത്. അവിടെ കൂടിയപ്പോൾ ഇവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ഇനി അത് കാണാനുള്ള ഫോർമുലയാണ്, ബീറ്റ കാണാനുള്ള ഫോർമുലയാണ് കോവേരിയൻസ് ബിറ്റ്വീൻ ദ അസറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ദ മാർക്കറ്റ് റിട്ടേൺ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ. എന്തൊക്കെയാണ് ഫോർമുല? കോവേരിയൻസ്, പരസ്പരമുള്ള വേരിയൻസ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? അസറ്റ് റിട്ടേൺ ആൻഡ് മാർക്കറ്റ് റിട്ടേൺ. മാർക്കറ്റ് റിട്ടേണും അസറ്റ് റിട്ടേണും തമ്മിലുള്ള കോവേരിയൻസ് ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ബീറ്റ. ബീറ്റയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെ ഘടകങ്ങളാണ് ബീറ്റയെ സ്വാധീനിക്കുന്നത്? ഈ മാർക്കറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് നമ്മളുണ്ടാകുന്ന വേരിയേഷൻ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ബീറ്റ. ദ വാല്യൂ ഓഫ് ബീറ്റ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ഇൻഡസ്ട്രിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്വഭാവം എങ്ങനെയാണ്? certain industries are more sensitive to market fluctuation. ഉണ്ടോ? ചിലത് നല്ലോണം എഫക്റ്റ് ചെയ്യും, ചിലത് നല്ല എഫക്റ്റ് ചെയ്യും. മാർക്കറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻസ് നല്ലോണം എഫക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഇൻഡസ്ട്രിയൽ ക്യാരക്ടർ. അടുത്ത കമ്പനീസ് ഫിനാൻഷ്യൽ ലിവറേജ്. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയാണ്? കമ്പനി വിത്ത് എ ഹയർ ലെവൽ ഓഫ് ഡെപ്റ്റ് tend to their higher beta because the earnings are more sensitive to change in the interest rate and economic condition. ഉണ്ടോ? കമ്പനി നല്ലോണം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ബാധിക്കും. കാരണം കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും, പലിശയിൽ മാറ്റം വരും. കമ്പനിയുടെ ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണെന്നുള്ളതാണ് മറ്റൊരു ഘടകം. അതുപോലെ ഓപ്പറേഷണൽ ലിവറേജ്. ഓപ്പറേഷണൽ ലിവറേജ് ഫസ്റ്റ് കമ്പനീസ് ഫിക്സ്ഡ് കോസ്റ്റ്. കണ്ടോ? കമ്പനിയുടെ ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെയാണ്? കമ്പനീസ് വിത്ത് എ ഹൈ ഓപ്പറേഷണൽ ലിവറേജ്, അതായത് ആർ മോർ സെൻസിറ്റീവ്. കണ്ടോ? കമ്പനി നടത്തിക്കൊണ്ടാൻ വരുന്ന ചിലവുകൾ എങ്ങനെയാണ്? കമ്പനിയുടെ എന്താണ് ആ പ്രൊഡക്ഷൻ ലെവൽ എങ്ങനെയാണ്? കമ്പനി മാർക്കറ്റ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതാണ് ഓപ്പറേഷണൽ ലിവറേജ് എന്ന് പറയുന്നത്. 2 തരം കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റും. കമ്പനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കോസ്റ്റാണ് ഫിക്സ്ഡ് കോസ്റ്റ്, കമ്പനി കൊണ്ടുനടക്കാൻ വരുന്ന ചിലവാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്തൊക്കെ മാറ്റങ്ങൾ നോക്കുന്നതാണ് ഓപ്പറേഷണൽ ലിവറേജ്. എക്കണോമിക് സെൻസിറ്റിവിറ്റി. കണ്ടോ? സം കമ്പനീസ് ആർ മോർ സെൻസിറ്റീവ് ടു ബോർഡർ ഇക്കോണമി. കണ്ടോ? ചിലതൊക്കെ മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും, മാറ്റങ്ങൾ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ കമ്പനിയുടെ സെൻസിറ്റീവിനെ എങ്ങനെയാണ്? മാർക്കറ്റ് ഉണ്ടാകുന്ന ചില കമ്പനികൾ കാണാം മാർക്കറ്റിൽ എന്ത് വേരിയേഷൻ വന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ
നോട്ട് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ പ്രതികരിക്കുക. മാർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതികരിക്കാത്ത കമ്പനികളുണ്ടാവും, ചിലത് കൂടുതൽ പ്രതികരിക്കുന്നുണ്ടാവും, അതും ഇതിനെ VTA സ്വാധീനിക്കും. മാർക്കറ്റ് കണ്ടീഷൻസ്, നമ്മളെ കമ്പനി അപ്പോൾ ഉള്ള ഇക്കോണമിയിലെ മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ്, മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളതും ഇതിനെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ്. അതുപോലെ റെഗുലേറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ചില റെഗുലേറ്ററി ഫാക്ടേഴ്സ്, ചില ഇൻസ്റ്റബിലിറ്റികൾ, രാഷ്ട്രീയപരമായ കാരണങ്ങൾ, ഇതൊക്കെ BTA സ്വാധീനിക്കും. എന്താണ് റെഗുലേറ്ററി ചേഞ്ചസ് ഓർ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ക്യാൻ ബി എഫക്ട് സർട്ടൻ സെക്ടേഴ്സ്. കണ്ടോ, ചില ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കാറുണ്ട്. അടുത്ത കമ്പനി സ്പെസിഫിക് റിട്ടേൺ ഫാക്ടേഴ്സ്, കമ്പനിയുടെ റിസ്ക് ഫാക്ടേഴ്സ് സച്ച് ആസ് മാനേജിങ് ക്വാളിറ്റി, ഇന്നോവേഷൻസ്, കോമ്പറ്റീഷൻസ്, ഇതൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കമ്പനി സ്പെസിഫിക് റിസ്ക് ഫാക്ടേഴ്സ് അല്ലേ? റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് കമ്പനിയുടെ കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേഷൻസ്. ചില കമ്പനികൾക്ക് വലിയ മത്സരിക്കാൻ ആരും ഉണ്ടാവില്ല, അപ്പോൾ ആ കമ്പനിയെ ബാധിക്കില്ല. ആ സ്ഥാനത്ത് കോമ്പറ്റീഷൻ ഉണ്ട്, മത്സരം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കമ്പനിയെ ബാധിക്കും. ചില കമ്പനികൾ മൊണോപ്പൊളി ആണെങ്കിൽ വിഷയം ഉണ്ടാവില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾക്കറിയാം എന്താണ്, ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ വന്നു, പക്ഷേ പെട്രോളിന് വില കുറഞ്ഞില്ല. പെട്രോൾ എന്താണ്, അവിടെ ഒരു മൊണോപ്പൊളി ക്യാരക്ടറാണ്, കാരണം ഒപ്പെക്കൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പനിയുടെ പ്രത്യേകതകളൊക്കെ, കമ്പനി സ്പെസിഫിക് റിസ്ക് ഫാക്ടേഴ്സ് കമ്പനിയുടെ ചില പ്രത്യേക സ്വഭാവങ്ങളും ഇതിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, കമ്പനിയുടെ മാർക്കുണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ച് നമ്മളുണ്ടാകുന്ന മാറ്റമാണ് ബീറ്റ. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന് ഇൻഡസ്ട്രിയൽ സ്വഭാവം, കമ്പനിയുടെ ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേഷണൽ ലിവറേജ്, ദെൻ എക്കണോമിക് സെൻസിറ്റിവിറ്റി, മാർക്കറ്റ് കണ്ടീഷൻസ്, റെഗുലേറ്ററി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ നോക്കാം, റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.